വെൽക്കം ടു ലെജൻസ്. നമ്മുടെ ഓർണമെന്റ്സിന്റെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ക്രിസ്റ്റലിന്റെ മാലകളാണ് കേട്ടോ. ക്രിസ്റ്റൽ എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവരുടെയും തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പം 3 ലെയറിൽ വരുന്ന ക്രിസ്റ്റൽ മാലകളാണ് കാണിക്കുന്നത്. അപ്പോൾ എപ്പോഴും സാരിയുടെ കൂടെ ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ ഇത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഗോൾഡൻ പ്ലസ് നമുക്ക് ആ ഒരു ക്രിസ്റ്റൽസ് കൂടെ യൂസ് ചെയ്ത് കളേഴ്സ് ആട്ടോ ഡിഫറെന്റ് ആയിട്ട് എല്ലാം കെട്ടിയെടുത്തേക്കുന്ന സൈസ് രീതിയിലാണ് ഈ ഒരു മുത്തുകൾ പോയേക്കുന്നത്. കണ്ടില്ലേ, ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് നമുക്ക് റെഡ് ആൻഡ് ഗോൾഡിന്റെ കോമ്പിനേഷനാണ്. ഒരു മാറ്റ് ഫിനിഷിനുള്ള ഗോൾഡൻ ബോൾസ് ആട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓവറായിട്ടുള്ള തിളക്കമൊന്നും വരത്തില്ല. ഞാൻ കയ്യിലിട്ട് കാണിക്കാം. കണ്ടില്ലേ, 3 ലെയറിലാണ് മാല വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ അടിപൊളിയാട്ടോ. ഇത് ഭയങ്കര രസമാണ് ഇത് ഇട്ട് കാണാനായിട്ട്. നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്താൽ മതി ഈ ഒരു മോഡൽ. ഞാൻ വിട്ടേക്കുന്ന കളറുമായിട്ടത് കറക്റ്റ് അതിൻ്റെ എടുപ്പ് കിട്ടത്തില്ല. ഞാൻ ഇങ്ങനെ വെച്ച് കാണിച്ചാലും പ്ലെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു അതിൻ്റെ എടുപ്പ് മനസ്സിലാക്കാൻ പറ്റും. എനിക്കൊന്ന് ഇങ്ങനെ കയ്യിൽ വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതുകൊണ്ടാട്ടോ ഇങ്ങനെ വെച്ച് കാണിക്കുന്നത്. ഇതല്ല 3 ലെയറിലാണ് കൊടുത്തേക്കുന്നത്. ഇത് ഏകദേശം ഒരു 6-7 പിടി അടുത്ത് തന്നെ ഇതിന്റെ ലെങ്ത് ഉണ്ട്. 7 പിടി കേട്ടോ. ഇത് കൂടുതൽ ലെങ്ത് 7 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ കിടക്കും. നമ്മൾ ആ സാരി കൊടുക്കുമ്പോൾ കറക്റ്റ് പ്ലീറ്റിന്റെ തൊട്ട് മേളിൽ തന്നെ കിടക്കും. ഒത്തിരി കയറി നിൽക്കുന്നതല്ല, കുറച്ച് താഴ്ന്നാ നിൽക്കുന്നത്. 8 പിടിയൊക്കെ ഇടുന്നവരുണ്ട്. അങ്ങനെ ഇടണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചെയിൻ യൂസ് ചെയ്യണം കേട്ടോ. ഇതിന് കുറച്ച് ചെയിൻ കൊടുത്തിട്ടുണ്ട്. കുറച്ച് അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു 6 പിടിയുടെയൊക്കെ ലെങ്ത്തിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു മോഡൽ 6 പിടിയായിട്ട് ഇടുമ്പോഴത്തേക്കും നമുക്ക് ചുരിദാറിന്റെ കൂടെയാണല്ലോ ഉപയോഗിക്കാം. അത് ഓരോ സ്റ്റൈലിനനുസരിച്ച് നമുക്ക് ഇടാൻ പറ്റും. പ്ലെയിൻ ആയിട്ട് ആ ഒരു നെക്ക് പാറ്റേണിന്റെ ഒക്കെ രീതിക്ക് അനുസരിച്ച് 6 പിടിക്കാനും നല്ല ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അപ്പം ഫസ്റ്റ് കളർ ഇതാണ്, റെഡിന്റെ കോമ്പിനേഷൻ. ക്രിസ്റ്റൽസ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ക്രിസ്റ്റലിൽ തന്നെ പല റേഞ്ചിൽ കിട്ടും. ഇത് 3 ലെയർ ആണ്. നല്ല ക്രിസ്റ്റലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ ആ ബോൾസ് കൂടെ മിക്സ് ചെയ്തേക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ നമ്പർ വരുന്നത് R266. അപ്പോൾ ഇതിന്റെ റേറ്റ് 560 രൂപയാണ്. 560. നമുക്ക് രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു വൈൻ കളർ ആട്ടോ. വൈൻ കളറിൽ അത്യാവശ്യം ഞാൻ അത് കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒത്തിരി പേര് യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡായത്. എല്ലാവർക്കും തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഈ വൈൻ കളർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നിങ്ങൾക്ക് കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്താലും നല്ല കേട്ടോ. ഒരു ഡാർക്ക് ഗ്രീൻ്റെയോ യെല്ലോയുടെ ഒക്കെ കൂടെയാണെങ്കിലും ഈ ഒരു കളർ നന്നായിട്ട് മാച്ച് ആയിപ്പോൾ. പിന്നെ ഏത് കളറാണ് നമ്മൾ ഇടുന്നത് അതനുസരിച്ച് ക്രിസ്റ്റൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന കളറുമായിട്ട് ഇത് മാച്ച് ആയി പൊക്കോളും. ഇട്ട് കഴിയുമ്പോഴത്തേനും ആ സ്റ്റോണിൻ്റെ കളറ് നമ്മുടെ ഡ്രസ്സിൻ്റെ കളറുമായിട്ട് കുറച്ചങ്ങ് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഏകദേശം കറക്റ്റ് കളറിലോട്ട് മാറി നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്നും കറക്റ്റ് കളർ കിട്ടണം എന്നില്ല. നമുക്ക് ഡ്രസ്സ് യൂസ് ചെയ്യുന്ന സെയിം കളർ തന്നെ എടുക്കണം നിർബന്ധമില്ല. കോൺട്രാസ്റ്റിലായിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് വേരിയേഷൻ ഇട്ടാലും നല്ല ഭംഗിയുള്ളതായിട്ടാണ്. ഇത് ഞാൻ പറഞ്ഞാൽ ഭയങ്കര ഓവർ കളറല്ല, ലൈറ്റ് ആയിട്ടുള്ള ഗോൾഡൻ ഫിനിഷിലാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും കേട്ടോ. ഭയങ്കര എടുത്ത് നിൽക്കുന്ന കളറല്ലാത്തത് ശരിക്കും ഗോൾഡിൻ്റെ തന്നെ ഫിനിഷിൽ കിട്ടുകയും ചെയ്യും. ഇതും ആ ഒരു ഗോൾഡൻ ബോൾസും ഉണ്ട്. പിന്നെ ആ ഒരു വൈൻ ഷെയ്ഡിലുള്ള ക്രിസ്റ്റൽസും യൂസ് ചെയ്തിട്ടുണ്ട്. 3 ലെയർ തന്നെയാണ് എല്ലാം വരുന്നത്. കളേഴ്സ് മാത്രമേ ഡിഫറൻറ്റ്. ബാക്കി കെട്ടിയെടുത്തേക്കുന്ന ഇതെല്ലാം പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. ഇതുപോലെ ബാക്കിൽ ചെയിൻ ഇതിനും കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഡെയിലി യൂസിന് പറയുന്നില്ല. നമ്മൾ ജസ്റ്റ് ഫംഗ്ഷൻ വെയർ ആയിട്ട് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഫംഗ്ഷൻ യൂസ് ചെയ്യുക, എടുത്ത് വെക്കുമ്പോൾ ഒരു ടവലിലും എല്ലാം എടുത്ത് വെച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്പർ വരുന്നത് R265. റേറ്റ് സെയിം തന്നെയാണ്, 560. നമുക്ക് അടുത്ത് വരുന്നത് നല്ല രസമുള്ള ഗ്രീൻ കളറാണ്. ഗ്രീൻ എപ്പോഴും ഈ ഒരു ഗ്രീൻ മെറൂൺ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഗോൾഡിൻ്റെ അകത്തും ഇതിലൊക്കെ ഒത്തിരി വരുന്ന ഒരു ഐറ്റമാണ്. ഇതുണ്ടല്ലേ, നല്ല രസമുള്ള ഗ്രീൻ കളറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വീഡിയോക്കകത്ത് കറക്റ്റ് കിട്ടുന്നുണ്ടോ എനിക്കറിയത്തില്ല കേട്ടോ. നമുക്ക് എപ്പോഴും വരാറുള്ളതിൽ നമ്മുടെ മരതകത്തിൻ്റെ കളറല്ലേ ശരിക്കും ഗോൾഡിൽ വരാറുള്ള ആ ഒരു ഷെയ്ഡിൽ തന്നെയുള്ള ക്രിസ്റ്റലാണ് ഇതിന് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതും കോൺട്രാസ്റ്റിൽ യൂസ് ചെയ്യാൻ അടിപൊളിയായിട്ടുള്ളൊരു കളറാണ്. കാരണം ഗ്രീൻ എന്ന് പറയുന്നത് അത്രയ്ക്ക് എടുപ്പാട്ടോ. എപ്പോഴും നല്ല മൂവിങ് ഉള്ള ഐറ്റമാണ്. ഗോൾഡിലാണെങ്കിൽ പോലും നല്ല മൂവിങ് ഉള്ള ഐറ്റം തന്നെയാണിതും. അപ്പോൾ ഇതും 3 ലെയറായിട്ട് തന്നെ കൊടുത്തേക്കുന്നത്. അപ്പോൾ 3 ലെയറിൽ വരുന്ന ഐറ്റം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് വലിയ പ്രൈസ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അത്രയും നല്ല ഫിനിഷിങ്ങിലുള്ള ഇതൊക്കെയാണ് ഇത് എടുത്തേക്കുന്നത്. പിന്നെ നമ്പർ വരുന്നത്, നമ്പർ നോക്കിയാണേ, നമ്പർ നമ്മളിവിടെ ഇതിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ. ആ നമ്പറൂടെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള സ്ക്രീൻഷോട്ട് വേണം എടുക്കാനായിട്ട്. നമ്പർ R267, റേറ്റ് 560. നമുക്ക് ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു റൂബി ഷെയ്ഡാട്ടോ. ഇത് നമുക്കിങ്ങനെ ഭയങ്കര കൊതി തോന്നുന്ന ഒരു കളറാണ്. കാരണം നമുക്ക് ആ റൂബിയുടെ ഷെയ്ഡിലുള്ള സ്റ്റോൺസ്, ഇങ്ങനത്തെ ക്രിസ്റ്റൽസ് ഒക്കെ എപ്പോഴും ഒരു ഭംഗി കൂടുതൽ തന്നെയാണ്. എല്ലാത്തിനെയും കൂടെ ഉപയോഗിക്കാനും പറ്റും. അതേ ഇത് നമുക്ക് വൈറ്റ് ഒക്കെ സെലക്ട് ചെയ്യുമ്പം അതേ ഇതിൽ തന്നെ ഈ റൂബിയിലും സ്വർണ്ണത്തിൽ ഇറക്കാറുണ്ട്. കാരണം അത്രയും തന്നെ ഡിമാൻഡുള്ള ഐറ്റമാണ്. വൈറ്റ് സ്റ്റോൺ പോലെ തന്നെ ഡിമാൻഡുള്ള കളറാണ് റൂബി കളറും. ആ സെയിം കളറിൽ തന്നെയുള്ള ക്രിസ്റ്റൽസ് യൂസ് ചെയ്തിരിക്കുന്ന 3 ലെയർ മാലയാണിത്. മുമ്പത്തെ കാണിച്ച പോലെ തന്നെ ഡിസൈനാണ് ഇതിലും കൊടുത്തേക്കുന്നത്. ഞാൻ ഇങ്ങനെ വെക്കുന്ന പോലെ അല്ല കേട്ടോ. നമുക്ക് ആ ഒരു കഴുത്തിലിടുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്ന ഐറ്റംസ് ആയതൊക്കെ. കളറൊക്കെ നിങ്ങൾക്ക് മാറി മാറി ഇടാൻ എന്തായാലും ഇത് എടുക്കാൻ പറ്റും. കാരണം വലിയ പ്രൈസ് റേഞ്ച് വരുന്നില്ല. മാറി ഉപയോഗിക്കാൻ ഗോൾഡ് എടുക്കുന്ന വെച്ച് നോക്കിക്കഴിയുമ്പം ഭയങ്കരമായിട്ട് റീസണബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. അതിൻ്റെ ഫിനിഷിങ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ മനസ്സിലാവത്തില്ല, വേറെ ഇമിറ്റേഷൻ ആണെന്ന് മനസ്സിലാകത്തില്ല. ശരിക്കും ഗോൾഡിൻ്റെ നല്ല ഫിനിഷിങ് തന്നെയുള്ള ആ ഒരു
പണിയൊക്കെ തന്നെ ഇത് കൊടുത്തേക്കുന്നത്. ബാക്ക് ചെയിൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ലെങ്ത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം. ഇത്രയായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ലെങ്ത്തിൽ കിടക്കും. അപ്പോൾ ഇതിലും ലെങ്ത്ത് വേണമെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ചെയിൻ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ 6 പിടിയാക്കണമെങ്കിൽ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്തിടാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് R264, റേറ്റ് സെയിം തന്നെയാണ് 560 56.